എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പച്ചമാങ്ങയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ മാങ്ങാക്കാലത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് വേഗം നോക്കാം. മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. മാങ്ങയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി ആയതുകൊണ്ട് നമുക്കിവിടെ ചെറിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്, അതുകൊണ്ടാണ് ചെറിയൊരു മാങ്ങ എടുത്തിരിക്കുന്നത്. അതുപോലെ തേങ്ങാപ്പാലിന് ആവശ്യമായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള, ചെറിയൊരു തക്കാളി, മാങ്ങയുടെ പുളി ഉള്ളത് കാരണം നന്നായി പഴുത്ത ചെറിയൊരു തക്കാളി എടുത്താൽ മതി. പിന്നെ എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക്. ഇത് കൂടാതെ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവേ. പിന്നെ വേണ്ടത് ഒരു 5-8 ചെറിയ ഉള്ളി, 5 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ 3-4 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കാം. മാങ്ങ അതുപോലെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. നമ്മൾ എടുത്തു വെച്ച ഉള്ളിയും സവാളയും തക്കാളിയും മാങ്ങയൊക്കെ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത ഒരു മുറി തേങ്ങയിൽ നിന്ന് 1/2 കപ്പ് 1-ാം പാലും 1 കപ്പ് 2-ാം പാലും കിട്ടിയിട്ടുണ്ട്. 1-ാം പാല് തയ്യാറാക്കാനായിട്ട് ഞാൻ തിളപ്പിച്ചരച്ച വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ 2-ാം പാല് തയ്യാറാക്കാനായിട്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. കഴിവതും മീൻകറിയൊക്കെ മൺചട്ടിയിൽ തന്നെ വെക്കാൻ നോക്കണേ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നാടൻ കറികളാകുമ്പോൾ വെളിച്ചെണ്ണയാണല്ലോ നല്ല സ്വാദ് വരുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്നൊന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ വഴണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണിലും ഒരല്പം കുറച്ച് മുളക് പൊടി. മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കുന്നേ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം തീയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി മീൻ കഷ്ണങ്ങൾ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ 1-ാം പാല് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിനി ആ ചട്ടി ഒന്ന് ചുറ്റിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിവേപ്പില ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെവിടിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുവാണ്. അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്, മൂക്കിലേക്ക് അങ്ങ് തുളഞ്ഞു കയറും. ആ ഒരു മണം മാത്രം മതി നമുക്ക് 1 പ്ലേറ്റ് ചോറ് നിറച്ചുണ്ണാം. ചോറിനൂടെ മാത്രമല്ല കേട്ടോ, അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണിത്. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേഗം തന്നെ പോയി മാങ്ങയും മീനും ഒക്കെ മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ ബൈ. താങ്ക് യു.